അങ്ങനെ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു തോൽവിയിൽ കുറെ പേര് ക്യാപ്റ്റൻ പരാഗിനെ കുറ്റം പറയുന്നുണ്ട്. പരാഗിന്റെ ക്യാപ്റ്റൻസി വളരെ മോശം, പരാഗ് അങ്ങനെ എങ്ങനെ പലതും പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പരാഗിനെ നമുക്ക് അങ്ങനെ കംപ്ലീറ്റ്ലി ബ്ലെയിം ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഒരു വളരെ ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണെന്ന് നമുക്ക് മുമ്പേ അറിയാവുന്ന കാര്യമാണ്. സത്യം പറഞ്ഞാൽ ടീം മാനേജ്മെന്റിന്റെ തലക്കെട്ടാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. കാരണം അതില് ഇപ്പൊ നോക്കൂ, സഞ്ജു സാംസന് പരിക്കായി അദ്ദേഹത്തിന് ഫീൽഡ് ചെയ്യാൻ പറ്റില്ല, കീപ്പിംഗ് നടത്താൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം ഇല്ലെങ്കിൽ പിന്നെ ഒരു ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉള്ളത് ഒന്ന് നിതീഷ് റാണി, ഒന്ന് പരാഗാണ്. പരാഗ് റീസെന്റ് ആയി ആസാമിന് വേണ്ടി ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്തിട്ട് രഞ്ജി ട്രോഫിയിലും അതുപോലെ സയ്യിദ് മുസ്താഖിലൊക്കെ. അപ്പൊ ആ ഒരു റീസൺ വെച്ചിട്ടാണ് പരാഗിനെ ക്യാപ്റ്റൻസി ഏൽപ്പിച്ചത്. അപ്പൊ പരാഗിനെ കൊണ്ട് കഴിയുന്ന പരാഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ടൈമാണ് പരാഗ്. അപ്പൊ അതിലൊരു ഇൻഎക്സ്പീരിയൻസിന്റെ പല പേവുകളും അദ്ദേഹത്തിന് നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഇത്രയും ഈ ഒരു മത്സരം ശരിക്കും രാജസ്ഥാൻ റോയൽസിന് ചേസ് ചെയ്ത് വിജയിക്കാമായിരുന്നു. പക്ഷെ ഇത്രയും ഒരു ബിഗ് ടോട്ടൽ ആയതുകൊണ്ട് അത് മറികടക്കുക എന്നുള്ളത് വളരെ ടാസ്ക്കാണ്. കാരണം പിന്നെ ഓപ്പണിംഗ് ആവട്ടെ, ജയ്സ്വാളിന് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചില്ല. നിതീഷ് റാണക്കും ക്യാപ്റ്റൻ റിയൻ പരാഗിനും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയണത് തന്നെ. പിന്നെ ഇമ്പാക്ട് പ്ലെയറായി സഞ്ജു സാംസന്റെയും അതുപോലെ ധ്രുവ് ജൂറലും വളരെ മികച്ച പ്രകടനം നടത്തി. ശിവൻ ഡൂബെ അതുപോലെ ഹിറ്റ്മയറും മികച്ച പ്രകടനം ഇന്നത്തെ മത്സരത്തിൽ പുറത്തെടുക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടൊരു കാര്യം തന്നെയാണ്. ബോളിംഗ് ലൈനപ്പിൽ ഒരുപാട് ഇമ്പ്രൂവ് ആവേണ്ടതുണ്ട്. എസ്പെഷ്യലി ജോഫ്ര ആർച്ചർ എന്ത് തേങ്ങയാണ് കാട്ടിക്കൂട്ടുന്ന ഒരു ആർത്തയും കൂട്ടുന്നില്ല. കാരണം എന്തൊക്കെയോ അത് നഴ്സറി കുട്ടികളെ ബോൾ എറിയുന്ന പോലെ ജോഫ്ര ആർച്ചറൊക്കെ ബോൾ എറിയുന്നത്. ബോളിംഗിൽ ഒരുപാട് ഇമ്പ്രൂവ് ആവേണ്ടതായിട്ട് രാജസ്ഥാൻ റോയൽസ്. ഏതായാലും ഫസ്റ്റ് മത്സരമാണ്. സഞ്ജു സാംസൺ ഈ 2 മത്സരങ്ങളിലും അദ്ദേഹം ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്യില്ല, റിയൻ പരാഗ് തന്നെ ആയിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും അടുത്ത മത്സരം വിജയിച്ച് മികച്ചൊരു കംബാക്ക് ടീം നടത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്നത്തെ മത്സരവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ.